അച്ഛൻ്റെ പേരെങ്ങനെയാന്ന്? എൻ്റെ പേര് തോമസ് പീറ്റർ. സ്വദേശം കോട്ടയം വാകത്താനം. അച്ഛൻ ഹിസ്റ്ററിൽ വന്നത് ആർഡരിക്കലാണ്. എൻ്റെ ബ്രദേഴ്സ് 3 പേര് അമേരിക്കയിലുണ്ട്. അവര് 2 പേര് ന്യൂയോർക്കിലുണ്ട്. ഒരാള് ഭൂഷണിൽ തന്നെയുണ്ട്. ഓ ശരി. എൻ്റെ മോളാണ് ബോബി. ഓ ഓക്കെ ഓക്കെ. ബോബി മാത്യു. ബോബി മാത്യു അറിയാം. ബോബിയെ അറിയാം. ബോബി ഞങ്ങളുടെ പള്ളിയിലാണേ. അപ്പം ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് 2000 റിട്ടയർ ചെയ്തു. അച്ഛന് ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറുന്നതിന് മുമ്പേ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു അച്ഛൻ? ഞാൻ കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ് പഠിച്ചത്. സബ്ജക്ട് ഇലക്ട്രിക്കലാണ്. അതിനുശേഷം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ ജോലി കിട്ടി. ആകെ ഒരു പ്രൊമോഷനേ കിട്ടിയുള്ളൂ എഞ്ചിനീയറായിട്ട്. ഏകദേശം 18 കൊല്ലത്തോളം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു. നാഷണൽ എക്സിക്യൂട്ടീവ് ഞാനായപ്പോൾ റിട്ടയർ ചെയ്തു. ഓക്കെ ഓക്കെ. അച്ഛൻ ഏത് വർഷമാണ് പോളിടെക്നിക്ക് പഠിച്ചതെന്ന് പറഞ്ഞത്? 1968-71 അല്ലേ? ഓ അത് ശരി. അതിനുമുമ്പ് ഹൈസ്കൂൾ ഏത് സ്കൂളിലായിരുന്നു? അതിനുമുമ്പ് ഞാൻ CMS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചു. ഓക്കെ. അതിനുശേഷമാണ് പോളിടെക്നിക്കിൽ പോയത്. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ സ്വദേശം വാകത്താനോ? കറക്റ്റ് വാകത്താനം ഞാലിയാവഴി കവലയ്ക്ക് അടുത്താണോ? വാകത്താനം ഞാലിയാവഴി കവലയ്ക്ക് അടുത്താണ്. ഞങ്ങളുടെ സ്വന്തം പോസ്റ്റ് ഓഫീസ് പറഞ്ഞ പുത്തൻചന്ത പോസ്റ്റ് ഓഫീസ്. പുത്തൻചന്ത. പോസ്റ്റ് ഓഫീസിലാണ് ഞങ്ങളുടെ പോസ്റ്റൽ ഏരിയ. മനസ്സിലായി. ഞാൻ വാകത്താനം വലിയ പള്ളി ഇടവകാംഗമാണ്. ഓർത്തഡോക്സാണ്. ഓക്കെ ഓക്കെ. അറിയാം. എനിക്ക് 2 മക്കളാണ്. ബോബി മകളാണ്. അതെ അതെ. അവളുടെ മൂത്താണ് പിന്നെ മോനെ. ഓക്കെ. അവന് എഞ്ചിനീയറാണ്. മലയാള മനോരമയിലെ ഇപ്പോൾ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. കൊച്ചിയിൽ സെറ്റിൽ ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ. അവിടെ എന്തായിട്ടാണ് മനോരമയില്? പ്രൊഡക്ഷൻ. ഓക്കെ. ടെക്നിക്കലാണോ? എഞ്ചിനീയറാണ്. ഓക്കെ. എന്ത് പഠിച്ചായിരുന്നു? എഞ്ചിനീയറിംഗ് പാസ്സായി. മനോരമ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ. പിന്നെ കൊച്ചി തന്നെ അങ്ങനെ സെറ്റിൽ ചെയ്തു. ഓക്കെ. അവരുടെ പനമ്പള്ളിനാറിലല്ലേ അവരുടെ? അരൂരാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ ഓക്കെ. ഓഫീസ് മാത്രമേ ഉള്ളൂ പനമ്പള്ളി. അച്ഛാ ഈ പോളിടെക്നിക്കിനെ പറ്റി പറഞ്ഞാലേ, അച്ഛാ 3 വർഷം പോളിടെക്നിക്കാന്ന് പറഞ്ഞില്ലേ? അന്ന് കേരളത്തില് സെലക്ഷൻ കിട്ടിയല്ലേ പോകുന്നത്? നമ്മള് PSC ഗവൺമെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ യൂണിവേഴ്സിറ്റി എനിക്ക് ഞങ്ങളുടെ സയൻസിന്റെ മാർക്കിന്റെ ബേസിലാണ്. കറക്റ്റ്. മാത്തമാറ്റിക്സിനൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. തന്നെയല്ല എനിക്കിത് ടെക്നിക്കലായിട്ട് പഠിക്കണമായിരുന്നു. അതാണ് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയില്ല, നേരെ പോളിടെക്നിക്കിലോട്ട് പോയി. ഓക്കെ. അച്ഛനോട് ആ വർഷം എത്ര പിള്ളേർ ഡിഗ്രിക്കാർ പിള്ളേർ പൊളിക്ക് വന്ന് കാണും? 4-5 പേരും അല്ലേ? അല്ല, ഞങ്ങളുടെ ക്ലാസ്സിലേഷൻ 30 പേരാണ്. ഓക്കെ ഓക്കെ. അച്ഛൻ നാട്ടകത്ത് ട്രൈ ചെയ്തില്ലായിരുന്നു? നാട്ടകത്ത് ഞാൻ വന്നില്ല. എനിക്ക് ഇലക്ട്രിക്കൽ വേണമായിരുന്നു. ഗവൺമെന്റ് പോളിടെക്നിക് കോഴിക്കോട് കിട്ടിയത്. അവിടെ ഹോസ്റ്റലായിരുന്നു അല്ലേ? 3 വർഷമേ. പഠിത്തത്തിന് പ്രയാസം ഉണ്ടായിരുന്നോ? അങ്ങനെ പ്രയാസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഇലക്ട്രിക്കല്. പിന്നെ ഉടനെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അപ്ലൈ ചെയ്തു. നേരിട്ട് കിട്ടുമായിരുന്നു? കേരള PSCക്ക് അപ്ലൈ ചെയ്തു. അപ്രന്റീസായിട്ട് കയറിയിട്ടാണോ? അല്ല, അന്ന് PSC ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു.
NIT ചെയ്തപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ഒക്കെ ആദ്യത്തെ പോസ്റ്റിങ് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറാണ്. ഓക്കെ. സാറ് ഫീൽഡിലായിരുന്നു അതോ പവർ ഹൗസിലായിരുന്നു? പവർ ഹൗസിലും ഫീൽഡിലും രണ്ടിലും ഉണ്ടായിരുന്നു. സബ് ഉണ്ടായിരുന്നു. ഓക്കെ. കൂടുതൽ നാൾ ഞാൻ ഫീൽഡിലാണ്. ഫീൽഡിലായിരുന്നു. ഓക്കെ. വള്ളത്ത് സബ്സ്റ്റേഷനിലൊക്കെ വള്ളം സബ് സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ പാലായിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയത് കണ്ണൂരായിരുന്നു. എവിടെയാ? കണ്ണൂര്. കണ്ണൂര്. ഫസ്റ്റ് പോസ്റ്റിംഗ്. പിന്നെ 2-3 കൊല്ലം അവിടെ ജോലി ചെയ്തതിനു ശേഷം നാട്ടിൽ വന്നു. 71-ലാണ് മാര്യേജ് ചെയ്തത്. ഓക്കെ. വൈഫ് ബുക്കാന ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. വള്ളം. അതെ. പിന്നെ ഇലക്ട്രിക്കലിലെ സാറ് ബേസിക്കലി ട്രബിൾ ഷൂട്ടിങ്ങിൽ വല്ലതും പോകേണ്ടി വന്നിട്ടുണ്ടോ അതോ ഇതുപോലുള്ള ഓഫീസിലെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു? ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി എന്ന് പറഞ്ഞാല് ഒന്ന് ഫീൽഡ് വർക്ക്, പിന്നെ സബ്സ്റ്റേഷനിലെ മെയിൻ്റെനൻസ്. രണ്ട് സെക്ഷൻ, ട്രാൻസ്മിഷൻ ഒന്ന്, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2 സെക്ഷൻ അന്ന് മെയിനായിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡില് വീടുകളിൽ കണക്ഷൻ കൊടുക്കുക, ലൈൻ വലിക്കുക, ട്രാൻസ്ഫോമറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഇതൊക്കെയാണ് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സബ് സ്റ്റേഷനിലും സ്റ്റേഷനിലും ജോലി ചെയ്യും. അത് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഒരു സ്ഥലത്ത് സാധാരണ 3 കൊല്ലത്തിൽ കൂടുതൽ ഇരുത്താറില്ല. ഈ ഇടുക്കി പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇടുക്കി പവർ സ്റ്റേഷനിൽ പോയിട്ടേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. മൂലമറ്റം പവർ ഹൗസ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ. ഈ വള്ളത്ത് 220 kV സബ്സ്റ്റേഷനല്ലേ? അതെ. അത് കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനിൽ ഒന്നല്ലേ? ഏറ്റവും വലിയ പവർ സ്റ്റേഷനാണ്. വള്ളം പൂവന്തുരുത്ത് അറിയാം. നമ്മുടെ അടുത്താണ്. വാത്താനം. പിന്നെ ഞാൻ കുറച്ച് ട്രാൻസ്ഫോമർ സെക്ഷനിൽ ജോലി. ട്രാൻസ്ഫോമർ മെയിൻ്റെനൻസ്, റിപ്പയറിംഗ് സെക്ഷൻ. അത് എത്ര kVയുടെ ട്രാൻസ്ഫോർമർ ആയിരുന്നു? അത് 50 kV, 500 kV വരെയൊക്കെ സാധാരണ. അതിൽ എത്ര അതിന്റെ പ്രൈമറിയും സെക്കൻഡറി ഒക്കെ വോൾട്ടേജ് പറഞ്ഞാൽ എന്നതായിരിക്കും? പ്രൈമറി 11 kV, സെക്കൻഡറി 440 അല്ലേ? ഓക്കെ. അങ്കിളുടെ അറിവിലേക്ക് പറയാം, ഞാൻ 81 ബ്രാഞ്ചിലെ കോട്ടയം നാട്ടകത്ത് നിന്ന് ഇലക്ട്രിക്കൽ പാസ്സായ ആളാണ്. ഇലക്ട്രിക്കൽ ഞാൻ ഇലക്ട്രിസിറ്റിയിലൊന്നും വർക്ക് ചെയ്തില്ല. ഞാൻ എലിവേറ്റർ ഡിവിഷനിലായിരുന്നു ബോംബെയിലെ. ഈ ലിഫ്റ്റിന്റെ വർക്കായിരുന്നു, അതിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അബുദാബിയൊക്കെ ആയിരുന്നു. ഞാൻ 68 പാസ്സായി. 68. ഞാൻ 81. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു. അവൻ്റെ പേര് ബിജു. അവൻ്റെ ഫാദർ പള്ളത്ത് ട്രാൻസ്ഫോർമറെ വെച്ച് ഷോക്ക് അടിച്ച് മരിച്ചു പോയത്. അപ്പം ആ മോനെ അങ്ങനെ ഇലക്ട്രിക്കൽ പഠിക്കാൻ വന്നിട്ട് പിന്നെ ആ മോൻ AXC ഒക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തു. ഞാൻ മധ്യപ്രദേശ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജനറേഷനിൽ ജോലി കിട്ടിയാൽ പിന്നെ അവർക്ക് ഫീൽഡിൽ വിടത്തില്ല. ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് ജനറേഷനിലും വിടത്തില്ല. അതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ഞാൻ 68 പാസ്സായി. അതിനുശേഷം 70 വരെ MSCB മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി. ഇന്നലെയാണ് ഇവിടെ ജോലി ചെയ്തത്. കേരളത്തിൽ ജോലി കിട്ടിയപ്പോൾ